എന്തായാലും നാടകമൊക്കെ ആസ്വദിച്ച് തന്നെയാണ്. ഇപ്പൊ റീലാണ്, ഇപ്പൊ ദാസേട്ടനുമായിട്ടുള്ള റീലാണെങ്കിലും അതും അഭിനയമാണ്. അപ്പൊ പിന്നെ തനിക്ക് എന്താ പ്രശ്നം? ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് നല്ല വളരെ ആസ്വദിച്ചാണ് ഞാൻ ചെയ്തത്. അത് പറയാൻ എനിക്കൊരു നാണവുമില്ല. എടാ അതൊക്കെ കുഴപ്പമില്ല, അതിന് നമ്മൾ റിപ്ലൈ കൊടുക്കാം. ചീത്ത പച്ചയ്ക്ക് തെറിവിളി, ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ വിളിച്ച് തെറി വിളിക്കാം. ജീവനോടുള്ളപ്പോ സുധിച്ചേട്ടനെ ഒന്നും മിണ്ടാത്ത ആൾക്കാർ പോലും അങ്ങ് ഒഴുകുക സ്നേഹം. വെറുപ്പിക്കും, വെറുപ്പിച്ച് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. സുധിച്ചോടുള്ള സ്നേഹം കൊണ്ടല്ലേ എന്നെ രണ്ടെണ്ണം പറയണം. എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര്. സുധിച്ചേട്ടൻ ജീവനോട് ഇരുന്നപ്പോ ഇവളെ ഒരു ആളെ കൊണ്ട് തൊടിയിപ്പിച്ചിട്ട് പോലുമില്ല. എന്താ ഞാൻ ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? തെറ്റ് ശരി നിശ്ചയിക്കാൻ നിങ്ങളാരാ? അല്ല, റീല് ചെയ്ത് ഞാൻ അരി മേടിക്കുന്നെന്ന് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. കാശും പണവും മോഹിച്ചിട്ടല്ല ഈ രംഗത്ത് വന്നത്. എനിക്ക് ബംഗ്ലാവൊന്നും പണിയണ്ട. അതെന്റെ ടൈം പാസിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. ജന്മവാസന കൊണ്ടും കഷ്ടകാലം കൊണ്ടും ഞാൻ ഒരു കലാകാരനായി പോയി. എന്റെ സന്തോഷമാണ്. ഇനി സിനിമ പഠിച്ചാൽ ഞാൻ സിനിമയും ചെയ്യും. എന്നാ പിന്നെ അനുഭവിച്ചു തന്നെ പഠിക്കും. കക്കാനും പിടിച്ചു പറിക്കാനൊന്നും അല്ലോ പോണത്. ചിലതിന് ഞാൻ മറുപടിയും കൊടുക്കുന്നുണ്ട്. അതെ, മനുഷ്യന്റെ ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ചീത്തയ്ക്ക് നമ്മൾ ചീത്ത വിളിച്ച് മറുപടി ചെയ്യത്തില്ല, കാരണം നമ്മുടെ സംസ്കാരം അതല്ല. ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. ഒരുത്തനെങ്കിലും ഇതിനകത്തുനിന്ന് ഞാൻ പൊക്കിയിരിക്കും. യുദ്ധമെങ്കിൽ സമാധാനം, യുദ്ധമെങ്കിൽ യുദ്ധം. ഞാൻ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പൊക്കിയിട്ട് ബാക്കിയുള്ളവന്മാർക്ക് അപ്പം മനസ്സിലാവും എന്താണ്. ഞാനിങ്ങനെ മര്യാദക്ക് ഇരിക്കണമെന്നേ ഉള്ളൂ. ഏട്ടാ ഞാൻ മഹാ ചേച്ചേന്. അപ്പൊ ഈ നെഗറ്റീവ് അശ്ലീല ചൊവ്വയുള്ളവരടുത്ത് പറയുന്നത്, നിങ്ങൾ ഇനിയും പറഞ്ഞോണ്ടിരുന്നു, എനിക്ക് വിഷയമല്ല, എനിക്ക് എന്റെ ദേഹത്തേക്കത്തില്ല. നിങ്ങൾ സമ്മതിച്ചിരിക്കുന്നു നിന്റെ ചങ്കൂറ്റം. താങ്ക്സ്. ചങ്കൂറ്റമല്ല അവസ്ഥ. പൂകുട്ടി, ആ കുട്ടി സത്യം പൂകുട്ടി വിളിച്ചു. വിവരമില്ലാത്ത കൺട്രീസ് അല്ലേ, സാക്ഷരത ലേശം കുറവാ. അവരോട് നമ്മൾ വേണം ക്ഷമിക്കാൻ. അതെനിക്കറിയാം, ആരാണെന്ന് അറിയാം, ഞങ്ങൾ കണ്ടുപിടിച്ചു. എന്റെ ചേച്ചിയുടെ കൂടെ പഠിച്ച ഒരാളാണത്, ചേച്ചിക്കും അറിയാം. നിയമപരമായിട്ട് തന്നെ പോകും, എന്താ വന്നാലും അതിന് ഞാൻ വിടത്തില്ല. നിനക്ക് മാപ്പില്ല കുറുപ്പേ. ഇത് പുലിവാലാവുന്ന തോന്നുന്നു. എന്നെ പൂകുട്ടി വിളിച്ചിട്ട്, റെഡി മറ്റേ മോളെ എന്തുവാ നിന്റെ വീടിന് ഞാൻ അല്ലടി പിരിവ് തന്നെ, ഇതൊക്കെ അവൻ സംസാരിച്ച്. എന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തന്റെ ഈ കക്കൂസ് വാ കൊണ്ട് ചളബള ഓരോന്ന് വിളിച്ചു പോരുതെന്ന്. ഞാൻ നിങ്ങളോടൊരു സത്യം തുറന്നു പറയാൻ പോവാ, ഞെട്ടരുത്. സുധിച്ചേട്ടനെ ഇവളും ദാസവനും കൂടെ കൊന്നതാണ്. ഒരു കമന്റ് ഉണ്ട് അതിനകത്ത്. എന്ത് നെറികളോടോ നീ പറയുന്നേ? ഏതവനാണ് അവനെ പൊക്കും ഇല്ലേ? സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ അങ്ങനെയൊക്കെ.